ഹലോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലാൻ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. വെയിൽ മൂക്കണേക്ക് മുന്നേ രാവിലെ തന്നെ ഞാൻ ഇന്നൊരു പ്ലാൻ ഹണ്ടിങ്ങിന് പോവുകയാണ് കേട്ടോ. വേറെ ദൂരത്തേക്കൊന്നുമല്ല, വീടിൻ്റെ അടുത്ത് ചെറിയൊരു പറമ്പുണ്ട്, അവിടേക്കാണ് ഈ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ പ്ലാൻ ഹണ്ടിങ്ങിലെ ആദ്യത്തെ പ്ലാന്റാണ് ഈ സിങ്കോണിയം പ്ലാന്റ്. ഈ പ്ലാന്റിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളരുന്ന ഒന്നാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് ഈ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. വീട്ടിലേക്ക് അപ്പം 2-3 പറിച്ചെടുത്തു. പിന്നെ ഇതാണ് പീസ് ലില്ലി. ഇൻഡോറും ഔട്ട്ഡോറും വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇത്. ഡാർക്ക് ഗ്രീൻ ഇലയും അതിൽ വൈറ്റ് കളർ ഫ്ലവറുമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതും 2 പറിച്ചു. പിന്നെ ഈ ഒരു ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് ആ വൈറ്റ് കളർ ഡോട്ടസാണ്. പിന്നെ ഇതിൻ്റെ അടുത്തേക്കൂടെ ചെറിയൊരു തോട് പോകുന്നുണ്ടായിരുന്നു. ആ തോട്ടിൻ്റെ സൈഡിലെ മതിലിൽ നിറച്ച് നമ്മുടെ ടെറേറിയൻകാർക്ക് ഇഷ്ടപ്പെട്ട ഫേൺസും മോസസ് എല്ലാം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കാക്കപ്പൂവ്. ഓണത്തിനെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ഈ പൂവ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെടി മേടിക്കാൻ പോയ സ്ഥലത്ത് അവരിത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ നിറച്ച് നമ്മുടെ കമ്മൽ പൂച്ചെടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കമ്മൽ പൂച്ചെടി എന്ന് പറയാൻ കാരണം അതിൻ്റെ പൂവ് കമ്മലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ പൂവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പ്ലാന്റും ഇതിൻ്റെ പേരും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പൂ കാണാൻ നല്ല രസമായിരുന്നു, നല്ല മഞ്ഞ നിറത്തിൽ. പിന്നെ അതിലൂടെ ഒരു അപ്പൂപ്പന്താടി പോകുന്നുണ്ടായിരുന്നു. അതിനെയും പിടിച്ച് 2 വീഡിയോയും എടുത്ത് ഈ മണി പ്ലാന്റിൻ്റെ അടുത്തേക്കാണ് പോയത്. ഈ മണി പ്ലാന്റ് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആഞ്ഞില മരത്തിൻ്റെ പകുതിയോളം കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ചെടി പണ്ട് കുഞ്ഞിലെ ഇതിൻ്റെ പൂവ് അതിനകത്ത് പറിച്ചെടുത്ത് നഖത്തിൻ്റെ വിരലിൽ വെച്ച് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി വന്നപ്പോഴാണ് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ഇവിടെ നിൽക്കുന്നത് കണ്ടത്. പിന്നെ ഇവിടം വരെ വന്നതല്ലേ എന്നാൽ അതും കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കാണുന്ന പറമ്പിൽ നിന്നാട്ടോ നമ്മളിപ്പോൾ ഈ ചെടിയെല്ലാം പറിച്ചെടുത്തത്. ഇവിടെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്, വഴിയൊന്നുമില്ലല്ലോ, ഒരു കാടൻ ഏരിയ ആണല്ലോ എന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തുകാർക്ക് ഇവിടെ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ തണ്ട്യ. കാണാൻ നല്ലൊരു വിൻറ്റേജ് ലുക്കൊക്കെയാണ്. പിന്നെ ഇതാണ് ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ വൈറൽ താരമായ അലോക്കേഷ്യ. ചിലവർ ഇതിനെ കൊളോക്കേഷ്യ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല ഡാർക്ക് ഗ്രീൻ കളർ, വെയിൻസൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ നിറച്ച് ഇതിൻ്റെ കുഞ്ഞു കിഴങ്ങുകളായിരുന്നു കേട്ടോ. പറിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് പറിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടുത്തെ പറിച്ച ചെടികളെല്ലാം പറിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്നതും അതെല്ലാം കൈയോടെ തന്നെ നടുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.